ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ വലിയ നോമ്പിൽ ഇടുക്കി രൂപത ഇടയനോടൊപ്പം തീർത്ഥയാത്ര നടത്തുകയാണ്. മാർച്ച് മാസം 22 വെള്ളിയാഴ്ച രൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരക്കുന്ന കാൽനട തീർത്ഥാടനം രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ ആത്മീയ നേതൃത്വത്തിൽ എഴുകുമ്പേൽ കുരിശുമലയിലേക്ക് നടക്കുകയാണ്. രൂപതയുടെ 5 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വർഷം തീർത്ഥാടനം ആരംഭിക്കുന്നത്. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും രാവിലെ 4:30-നും, വെള്ളയാംകുടി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നിന്നും രാവിലെ 7 മണിക്കും, ഉദയഗിരി സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് രാവിലെ 6:30-ക്കും, തോപ്രാംകുടി സെന്റ് മരിയ കൊരിയത്തി ദേവാലയത്തിൽ നിന്ന് രാവിലെ 5:30-ക്കും കാൽനട തീർത്ഥാടനം ആരംഭിക്കും. പാണ്ടിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാൽനട തീർത്ഥാടനത്തിന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് നേതൃത്വം നൽകും. പാണ്ടിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം തങ്കമണി, കാമാക്ഷി, പാറക്കടവ്, നാലുമുക്ക്, ശാന്തിഗ്രാം വഴി വെട്ടിക്കാമറ്റത്ത് എത്തിച്ചേരും. ഉദയഗിരിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം കൊച്ചു കാമാക്ഷി, ചെമ്പകപ്പാറ വഴി വെട്ടിക്കാമറ്റത്ത് എത്തിച്ചേരും. തോപ്രാംകുടിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം കനകക്കുന്ന്, ഈട്ടിത്തോപ്പ് വഴി എഴുകുമ്പേൽ, ഈട്ടിത്തോപ്പ്, കവലിയിൽ എത്തിച്ചേരും. വെള്ളയാംകുടിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം നത്തുകല്ല്, ഇരട്ടയാർ നോർത്ത് വഴി വെട്ടിക്കാമറ്റത്ത് എത്തിച്ചേരും. രാവിലെ 8:30-ന് വെട്ടിക്കാമറ്റത്തു നിന്നും ആരംഭിക്കുന്ന സംയുക്ത തീർത്ഥാടനം 9 മണിക്ക് എഴുകുമ്പേൽ മലയടിവാരത്തിലെത്തും. എഴുകുമ്പേൽ ജംഗ്ഷനിലുള്ള കപ്പേളയിൽ പ്രാരംഭ പ്രാർത്ഥനകൾക്ക് ശേഷം കുരിശിന്റെ വഴിയായി വിശ്വാസ സമൂഹം കുരിശുമല കയറുകയും ചെയ്യും. മലമുകളിലെത്തുമ്പോൾ 40-ാം പള്ളിയുടെ സന്ദേശവും സമാപനാശീർവാദവും അഭിവന്യ പിതാവ് നൽകും. തുടർന്ന് അഭിവന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും നടക്കും. 40-ാം വെള്ളിയാഴ്ച രൂപതയുടെ തീർത്ഥാടന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കാൽനട തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെയും വിവിധ സെന്ററുകളിൽ നിന്ന് തീർത്ഥാടനത്തിന്റെ ഭാഗമാകും. കാൽനടയായി എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളവർ വാഹനങ്ങളിൽ എഴുകുംവേലിൽ വന്ന് അഭിവന്യ പിതാവിനോടൊപ്പം മലകയറ്റത്തിൽ സംബന്ധിക്കും. അന്നേ ദിവസം പകൽ സമയവും രാത്രി മുഴുവനും തീർത്ഥാടകർക്ക് മല കയറുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. കുമ്പസാരി ചൊരുങ്ങി മല കയറി പ്രാർത്ഥിക്കുന്നവർക്ക് രൂപതാധ്യക്ഷൻ കൽപ്പിച്ചിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. ക്രിസ്തു ജയന്തിയുടെ സാധാരണ ജൂബിലി വർഷമാണല്ലോ 2025. അതിനൊരുക്കമായി ഫ്രാൻസിസ് മാർപ്പാപ്പ 2024 പ്രാർത്ഥനാ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് മാർച്ച് 22 CBCIയുടെ നിർദ്ദേശപ്രകാരം ഭാരത കത്തോലിക്ക സഭ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുക കൂടിയാണ്. തദവസരത്തിൽ നടത്തുന്ന ഈ തീർത്ഥയാത്ര നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്കൊപ്പം രൂപതാ കുടുംബത്തിനു വേണ്ടിയും ഭാരത സഭയ്ക്ക് വേണ്ടിയും ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനുമുള്ള ക്ഷണമാണ്. സാധാരണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് എഴുകുമ്പേൽ കുരിശുമലയെ രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി അന്നേ ദിവസം പ്രഖ്യാപിക്കുകയുമാണ്. ക്രൂശിതനെ ധ്യാനിച്ച് ഇടയനോടൊപ്പം വിശ്വാസ സമൂഹം ഒന്നു ചേർന്ന് നടത്തുന്ന ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാകാം.